മറന്നുപോയ നമ്മളെയൊക്കെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ ബസ് സിമുലേറ്റർ എന്തായി സ്റ്റാർട്ടിങ് ബസ് എന്ന് പറയട്ടെ. നമ്മളിപ്പോൾ വേറൊരു വീഡിയോയ്ക്കകത്ത് വേറൊരു ഫോണിനകത്താണ് ബസ് സിമുലേറ്ററിൻ്റെ ഗെയിം കളിച്ചത്. പക്ഷേ ആ ഗെയിം അത്ര അങ്ങ് ശരിയായില്ല കേട്ടോ. അപ്പോൾ ആ ഗെയിം ക്യാമറ വേറെ ഫോൺ വെച്ചല്ലേ എടുക്കാൻ പറ്റൂ. യൂട്യൂബ് ചാനലിലുള്ള ഫോണിനകത്തുള്ള ഗെയിമിനകത്താണ് ഞാൻ കളിച്ചത്. പക്ഷേ ക്യാമറ വേറെ വെച്ച എന്തോ വിവോൻ്റെ എന്തോ ഫോണാണ് വെച്ചത്. അപ്പം അതങ്ങോട്ടങ്ങ് ടൈം ഇത്തിരി അങ്ങ് ഓവറായിപ്പോയി അതിനകത്ത്. ഇതാണെങ്കിൽ ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒത്തിരി പാർട്ടായിട്ട് ഇട്ടു. പക്ഷെ ഒരു പാർട്ടിനകത്ത് ഞാനങ്ങ് നിർത്തിയ ടൂറ്. ഓക്കെ, നമ്മളത് ഇതിനകത്ത് നമുക്ക് ബിഗിനിങ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ടൂർ മോഡിലോട്ട് എന്ന് കഴിഞ്ഞാൽ ഒത്തിരി ടൂർ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഇതെടുക്കാം. ജൊങ്കാട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ബാംഗ്ലൂര് ഓക്കെ, കൊള്ളാം. പിന്നെ ഞാൻ ചെറുതായിട്ട് ഒന്നുമില്ല. അപ്പം ഇതണക്കത്തെ വീണ്ടും ഗെയിംസൊക്കെ വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂട്ടത്തിൽ ഇതണക്കത്തെ ഫണ്ണി ഗെയിംസ് ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതണക്കത്തെ ഇനിയും ഗെയിംസൊക്കെ കാണുമല്ലോ. എൻ്റെ ഫോണിൽ മാത്രം ഇല്ല എന്നല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കമൻ്റൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഓക്കെ, പിന്നെയും കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനകത്ത് ആരുടെ സൗണ്ട് കേട്ടാലും എൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചാൽ മതി. കാരണം നിങ്ങളിപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന എൻ്റെ ഗെയിമാണ്. ഓക്കെ, നമ്മളപ്പം വന്നിട്ടുണ്ട്. പൊള്ളി സ്ഥലം. ഇടിച്ചില്ല, പക്ഷെ ഇടിക്കുന്ന സൗണ്ട് കേൾക്കും, പക്ഷെ ഇടിക്കൂല. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇൻ്റർവ്യൂ ഇട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇതേ കണക്കത്തെ വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും. ഓക്കെ, നമ്മളെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മളെ ലൈക്കിൻ്റെ ടാർഗറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ലൈക്സ് ആൻഡ് സബ്സ്ക്രൈബാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കാണ്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പം ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഞാൻ പൊളിക്കട്ടെ? വേണ്ട, ഇതിൽ സമാധാനപ്പെടി വീഡിയോ എടുക്കുക. അപ്പം നമുക്ക് ഈ വഴിയും കയറി പോവാം. നമുക്ക് അത് കളിക്കുന്നതിനിടയ്ക്ക് ചോക്ലേറ്റ് തിന്നുന്ന ആളായി ആള് ചാനലുണ്ട്. ഓക്കെ, നമുക്കിത് കണക്ക് യൂ ടേൺ എടുത്തങ്ങ് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ പിന്നെ വേറെ ഗെയിംസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഒരു കസ്റ്റമർ തന്നെ അത് ഹലാക്കായ കസ്റ്റമർ. പിന്നെ അല്ലേ അവർക്ക് 2-3 പിടിക്കും. ഓക്കെ, പോകുന്നു. ഇവിടെ എന്തോ വെച്ചാണ് മാപ്പ് എൻ്റെ ആവുന്നത്. ഇതിനകത്ത് പാട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. പാട്ടൊക്കെ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. തലയൊക്കെ ഇന്ന് വിയർത്ത് വാടയായിരിക്കുമല്ലോ ഇപ്പം മിക്കാറും.
അപ്പം നമ്മൾ പോവാണ്. പ്രത്യേകിച്ച് നിന്റെ തലയിൽ കാറ്റ് കൊള്ളുന്നില്ല. പിന്നെ ഓക്കെ വെയിൽ നമ്മളേ കൊള്ളുന്നില്ല. പോകുന്നു. രാവിലെ വെയിൽ കൊള്ളാൻ പറഞ്ഞ് വെയിൽ കൊണ്ടിരിക്കാൻ പളപ്പിച്ചു പോവാ. എന്ന് ഓക്കെ നമ്മളെ മാപ്പ് എൻ്റെ ആയിട്ടുണ്ട്. ഒന്ന് ലോഡിങ് ഉണ്ട്. വെയിലും കൊണ്ടില്ല, ഒരു പുണ്ണാക്കം കൊണ്ടില്ല. അവിടെ അങ്ങോട്ട് ഇട്ടു. എന്തെല്ലാം കാണണമെന്നറിയാം. ആ കാൻഡിഡേറ്റ് ചൊറിച്ചിലിന് 2 ഐറ്റം ഉള്ളതാണിത്. കാൻഡിഡേറ്റ് ബി എന്ന് അവർ പറഞ്ഞില്ലേ, മറ്റേത് കാൻഡിഡേറ്റ്. ബിക്കകത്ത് 2 ഇതുള്ളതാണ്. അവർക്ക് അറിയാമല്ലേ, ഇത് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇറിറ്റേറ്റിങ്, ഇൻഫെക്ഷന്, ഇതിനൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഇവക്ക് ഈ ഷാമ്പു കുഞ്ഞു പിള്ളേരുടെ ഷാമ്പാന്ന് തോന്നുന്നു ഇവള് മേടിക്കുക. കൊച്ചു പിള്ളേരുടെ അല്ല, വലുതുള്ളവരുടെ വേണം മേടിക്കുക. നിന്റെ ഈ കേസ് ശരിയാവില്ല. അല്ല, വലിയവർക്കുള്ളത് ഇത് ചെറിയ പിള്ളേർക്ക് വേറെ ക്വാണ്ടിറ്റി കുറഞ്ഞതാ. നിൻ്റെത് നല്ല സ്ട്രോങ് സാധനം അകത്ത് കിടപ്പുണ്ട്. ഇത് കുഞ്ഞു അല്ലെന്ന്, ഈ വലിയവർക്കുള്ള പേനുള്ളത് വലിയവർക്ക് തേക്കുന്ന വേറെയാ. അവന്മാരിത് കൊച്ചുപിള്ളേരുടേതാ. അപ്പൊ നമ്മളെ എവിടാന്നറിയോ? എന്ത് ഇത് നല്ല പാട്ടല്ലേ ഈ പാട്ടൊക്കെ നമ്മളെ ബസ്സിനകത്ത് കേട്ടോ. അപ്പോഴത്തേക്കും തണുത്ത് മുങ്ങി ഇത് ആരും ഓക്കെ ഗൈസ് പരിചയം വന്നിട്ടുണ്ട്. വിളിച്ചില്ലല്ലോ, ഇത് തരാവോ ഒന്ന് പോകാം. ഓക്കെ നമുക്ക് കണക്ക് ആണ് നമ്മളെ ഇതൊക്കെ കൊണ്ടുവരണം. നോയമ്പ് കൊടുത്തിട്ട് ആള് ഇത്തിരി വെള്ളം വെച്ച് കഴിയാൻ പോലെ. വസ്വാസിന്റെ കൂടായിട്ട് എന്റെ പൊന്നുപ്പ അങ്ങോട്ട് മാറി ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും കേൾക്കൂല. 7:48 അപ്പം ഗൈസ് നമ്മളെ പരസ്യം എല്ലാം തീർന്നിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റി. കാരണം നമ്മളതിൽ അധികം പൈസയൊന്നും ഇല്ല. നല്ല രസമുണ്ട്. പക്ഷേ മഴ തീർന്നെങ്കിൽ രസം പോവും. ബസ്സിനകത്ത് പാട്ടുമല്ലേ ആഡ് ചെയ്യണം. എനിക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് സംസാരിക്കാനൊന്നും പറ്റും. പിന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീഡിയോ ഇടാൻ മറന്നുപോയി. ഓക്കെ, അപ്പം വീഡിയോ ഇടാൻ മറന്നുപോയതുകൊണ്ടാണ് ഞാൻ മടിച്ചത്. മടിക്കണ്ടല്ലോ, മറന്നുപോയത് പിന്നെ മടിയല്ലല്ലോ. റൂട്ട് മാറിപ്പോയി കയറി. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വളച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തോ ആ സ്ഥലത്തോട്ട് കയറി ചെന്നേനെ. ഓ ഓ ഓ പോലീസുകാരാണെങ്കിൽ ഇതോ ചുമ്മാ ഒന്നും അറിയാത്ത കണക്കങ്ങ് കയറി വരിക. ഇങ്ങോട്ട് പോണം, ഇങ്ങോട്ട് ഇങ്ങോട്ടാ. ഈ ബസ്സിനകത്ത് ഓണം വെച്ചിരിക്കുന്ന എന്തോത്തിന് ഇങ്ങോട്ട് പോയ. ഓക്കെ ഗൈസ്, നമ്മളിതേ പൊളപ്പിച്ചു വിടുവാണ്. ആകെതാ 99 ഹെൽത്ത്. ഒരു ഹെൽത്ത് കുറഞ്ഞെന്നല്ലാണ്ട് വേറെ ഒറ്റ ഒരു കുഴപ്പം നമ്മളെ ബസ്സിനില്ല. കയറി മറ്റേത് ഞാൻ കൊണ്ട് ഇടിച്ചു കയറ്റു. ഒന്ന് മിണ്ടാണ്ടിരിപ്പാ, ഒന്ന് മിണ്ടാണ്ടി. എന്റെ പൊന്നുപ്പ, ഇത് യൂട്യൂബ് ചാനലിൽ ഇടാനുള്ളതാണ്. ആൾക്കാരൊക്കെ ഇത് കേൾക്കുന്നു. അപ്പൊ ഗൈസ് എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. എന്നാൽ ജസ്റ്റ് ഈ ടൂർ വീഡിയോ ഒന്നും ഇടാനാ നമ്മളെ ബസ്സായിട്ട്. ഓ പൊളച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കൊണ്ടിടിച്ച് കയറ്റിയനെ. ഒരു ശ്രദ്ധ
ഡ്രൈവ് ചെയ്തങ്ങ് കൊണ്ട് കയറ്റും, ഒരു ശ്രദ്ധയില്ല, ഒന്നുമില്ല. അടുത്ത് മുട്ടാറാകുമ്പോഴാ ശ്രദ്ധ. നമ്മളെ ബസ് എങ്ങനെയുണ്ട് പോന്ന പോക്കേണ്ടേ, കൊച്ചു കള്ള സുന്ദര മാറാത്ത. അപ്പൊ ശരി, ബൈ. അപ്പൊ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ ലൊക്കേഷൻ എത്തിയില്ല. ലൊക്കേഷന് നമുക്ക് വെള്ളി കളറിൽ വന്നിട്ട് അതിനകത്ത് സ്വർണം പൂശി, വെള്ളിയിൽ സ്വർണം പൂശി. അത് പടയം വെക്കാൻ പറ്റൂലെന്ന് ഞാൻ ചോദിക്കുന്നു. ഉമ്മ തിരിച്ചു വന്നിട്ട് പോയത് എഴുവാനാണ് പറയുന്നേ. ഓക്കെ ഓക്കെ, ഈ റോട്ടിൽ കൂടെ കയറാം. പൈസയുടെ എന്തോ കിട്ടിയപ്പം അര ഗ്രാമത്തേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോ ഏതോ മുത്തൂരിലെ എവിടെ കൊണ്ടുപോയി പണയം വെക്കാൻ പോയപ്പോ അവര് എടുക്കൂലെന്ന് പറഞ്ഞു. ഉമ്മായി പറയുന്നു ഇപ്പൊ എടുക്കൂലെന്ന്. എവിടുന്നാ എടുത്തത്? അപ്പൊ